girls, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഫേസ് ഷോപ്പിന്റെ കൊളാജൻ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീൻ ആയിട്ട് നമ്മൾ ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐ മേക്കപ്പ് ആണ് ഫസ്റ്റ്ലി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ ഇത്രയും പോർഷൻ, ഈ കണ്ണിൻ്റെ ഈ ഏരിയ മാത്രം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബെനഫിറ്റിൻ്റെ പോർഫെഷണൽ പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി പ്രൈമറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈമർ എന്ന് പറയാം. ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യുമ്പോൾ തെറ്റത്തില്ല കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ഐ ഷാഡോ ഇടാൻ പറ്റിയൊരു മെത്തേഡാണ് ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്. കണ്ണിൻ്റെ ഇവിടെ കുറച്ചൊരു ഡാർക്ക് സർക്കിൾ ഉണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്ററായിട്ട് നമ്മൾ ക്രയോൺ പാലറ്റിലെ ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് ക്രയോൺ പാലറ്റിലെ ഓറഞ്ച് കറക്റ്റർ. അപ്പോൾ ഈ ഒരു കറക്റ്റർ വന്നിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. ഇതൊരു മീഡിയം ഫെയർ, ഇത് നല്ല ഡാർക്ക് സ്കിന്നിന് നല്ല പറ്റിയൊരു കറക്റ്ററാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് കറക്റ്റേഴ്സ് ആയിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ കൺസീലറാണ്, പിന്നെ ഇത് കോണ്ടോറിങ്ങിന് യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സാണ്. അപ്പോൾ ഈ ഒരു പാലറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ആക്ച്വലി വന്നിട്ട് കൺസീലർ പാലറ്റാണ്, പക്ഷേ ഇത് നല്ലതാണ്. നമുക്ക് ഫൗണ്ടേഷനായിട്ടും ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു പാലറ്റാണ്. വളരെ ലൈറ്റായിട്ട് മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അധികം നമ്മൾ ഒരുപാടൊന്നും ഇത് ഇടേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് മാത്രം. നമ്മൾ ക്രയോണിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് നമ്മൾ ഈ കറക്റ്റർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫുള്ള് കൺസീൽ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ഒരു പോർഷൻ. നമ്മൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഐ ഷാഡോ, ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂഡ ബ്യൂട്ടി പാലറ്റാണ്. ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിലെ ഒരു ബ്രൗൺ ടു ബ്ലാക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്താണ് നമ്മളിന്ന് സ്മോക്കി ഐസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ സാൻഡൽവുഡ് എന്ന് പറയുന്ന ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഒരു ലൈറ്റ് ബ്രൗൺ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡാർക്ക്, പിന്നെ അങ്ങനെ ബ്ലാക്കിലേക്ക് കയറി അങ്ങനെ നല്ല നൈസായിട്ടുള്ള ഒരു സ്മോക്കി ഐസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്രീസൊക്കെ നമ്മൾ നന്നായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ ആക്കണം. ക്രീസ് ലൈൻസ് ഒന്നും കാണാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ക്യാമറയൊക്കെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് നമ്മളിവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ക്രീസിൻ്റെ ഇവിടെ വളരെ ലൈറ്റായിട്ടുള്ളൂ കേട്ടോ. ഒരു കളർ എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, വളരെ ലൈറ്റായിട്ടുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഹെന്ന കളറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കൊക്കോ എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിലെ നല്ലൊരു ബ്രൗൺ കളറാണ്. ഇതിൻ്റെ പേര് വന്ന് വോട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു ആപ്ലിക്കേറ്റഡ് ബ്രഷാണ്. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ പ്രോഡക്റ്റ് അങ്ങ് എടുക്കുക. ദെൻ ഈ ഒരു പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പൗഡർ ബ്രഷ് എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. യെസ്, നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി ഇപ്പോൾ ഐസിന്. ഇനി നമ്മൾ കുറച്ച് ബ്ലാക്ക് കയറ്റി കൊടുക്കാൻ പോവാണ്. ബ്ലാക്ക് കയറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കിൻ്റെ ഐജലാണ് യൂസ് ചെയ്യുന്നത്. സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാക്കിൻ്റെ ഐജൽ തന്നെയാണ് കേട്ടോ. യെസ്, ഫൈനലി നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്മോക്കി ഐസ് ചെയ്ത് വരുവാണ്. ഇനി നമുക്ക് ഈ ടേപ്പ് റിമൂവ് ചെയ്യാം. യെസ്,
ടേപ്പ് റിമൂവ് ചെയ്തപ്പോൾ കണ്ടോ നല്ല ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷനൊക്കെ. ഇപ്പോൾ ഈ ടേപ്പ് ഒട്ടിക്കാതെ ചെയ്താലും നമുക്കിത് ചെയ്തെടുക്കാം, പക്ഷെ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എഫോർട്ട് ഇല്ലാതെ തന്നെ നല്ല നല്ല ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എഫോർട്ട് ഇല്ലെന്നല്ല, ഇത്രയും ടേപ്പ് ഒട്ടിക്കാതെ ചെയ്യുന്ന അത്രയും എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതാണ്, ടേപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിക്ക് വരും. അടുത്തായിട്ട് നമ്മൾ ഈ കണ്ണിന് നല്ല ടെയിലൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് എഴുതാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇങ്ക്ലോട്ടിൻ്റെ ഐജലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും സ്മോക്കേജ് ചെയ്യാനായിട്ട് മാക്കിൻ്റെയും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ക്ലോട്ടിൻ്റെ ഐജലുമാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് കണ്ണിൻ്റെ ടെയിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫേസ് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ അടിഭാഗം ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഐബ്രോ ഒക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഐബ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെറ്റിമേ ഒന്ന് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷനായിട്ട് നമ്മൾ 2 ഫേസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. 2 ഫേസിൻ്റെ ബോൺ ദിസ് വേ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. ഞാൻ ജസ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ ഒരു പോർഷനിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്ത ആ ഒരു പോർഷനിലൊക്കെ ഫൗണ്ടേഷൻ പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പോർഷൻ ലൈറ്റായിട്ട് കവർ ചെയ്തത്. ഇനി നമുക്ക് ഐബ്രോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐബ്രോ ആയിട്ട് ഐബ്രോ ജെൽ ആണ് യൂസ് ചെയ്യുന്നത്. പാക്കിന് തന്നെ വളരെ ലൈറ്റ് ബ്രൗൺ ആണ്. വാൾനട്ട് വാക്സ് 3 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നമ്മുടെ നാച്ചുറൽ ഐബ്രോസിൻ്റെ തന്നെ ഒരു കളറാണ്. ഫസ്റ്റ് നമുക്കൊരു സ്പൂളി ബ്രഷ് വെച്ച് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി ഐസിൻ്റെ ഈ ഏരിയ നമ്മൾ നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കൺസീലർ വെച്ച്. ഫേസ് മേക്കപ്പിലേക്ക് പോകാം. ഫേസ് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്രയും പോർഷൻ മാത്രമാണ് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ എൻ്റെ ഫേസ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ബെനഫിറ്റിൻ്റെ പോർഫെഷണൽ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ക്രയോൺ പാലറ്റിലെ ഓറഞ്ച് കറക്റ്റർ തന്നെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം. ഈ ഒരു കറക്റ്റർ നമ്മൾ ഫസ്റ്റ് കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്തിരുന്നു. അതിനി ഡാർക്ക് സർക്കിളും കൂടെ കവർ ചെയ്യാൻ പാകത്തിന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രയോൺ ട്രാൻസ്ലൂസൻ പൗഡർ വെച്ച് വളരെ ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. then അടുത്തായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. കോണ്ടോറിങ് ചെയ്യാനായിട്ടുള്ള എർമ പാലറ്റിലെ DJ2 ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കോണ്ടോറിങ്ങിനായിട്ടുള്ള നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്തു ഓൾറെഡി. ഇനി നമ്മൾ ഹൈലൈറ്റുകൾ ചെയ്ത് കൊടുക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മായ കൺസീലർ പാലറ്റിൽ ഈ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഈ ഹൈലൈറ്റിംഗ് പോർഷനിൽ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടോർ ചെയ്തെടുത്ത് നമ്മൾ കോണ്ടോർ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബോക്സിൻ്റെ കാലി കോണ്ടോർ പാലറ്റാണ്. ബ്ലഷായിട്ട് മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സ്മാഷ് ബോക്സിൻ്റെ കോണ്ടോർ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലിപ് ബാമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഞാൻ കളർ ബാറിൻ്റെ ഒരു ലിപ്പ് പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്.
മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സ്റ്റൈലിംഗ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഹെയർ സ്റ്റൈലിംഗ് ആയിട്ട് ജസ്റ്റ് നമ്മൾ ടോങ്സ് കൊടുത്ത് അഴിച്ചിടുന്ന മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ 2 സെക്ഷനാക്കി മുടി ഫസ്റ്റ് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ടോങ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ഇടയ്ക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ ഈ ഒരു ടെക്സ്ചറാണ്, അപ്പോൾ അതിനോട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാക്കിയുള്ള ഹെയറും. ഒരു ഐ ലുക്കിന് മാച്ചിങ് ആയിട്ട് നല്ലൊരു നോസ് റിംഗ് ഉണ്ട്, കുശാലിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.